മച്ചൻ മിസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ദോശ ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിന് ദോശയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. 1 കപ്പ് മൈദപ്പൊടി, 2 മുട്ട, കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. അപ്പോൾ നമ്മൾ ഇന്ന് ദോശേൻ്റെ കൂടെ ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ആ ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങൾ: കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് പുളി, ഉപ്പ്, കുറച്ച് മുളക് പൊടി. നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം ദോശ ഉണ്ടാക്കിയെടുക്കാം. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മൈദ മാവ് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം. അതേ അളവിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മളിതിനകത്ത് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, 1 സ്പൂണ് പഞ്ചസാര. നമുക്ക് നേരെ നല്ലോണം അടിച്ചെടുത്ത നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. നമുക്കിത് നേരെ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ആ 2 മുട്ട നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി. നിങ്ങൾക്ക് വേണ്ടിക്കിൽ ഇതിനകത്ത് 1 നുള്ളി മഞ്ഞൾപ്പൊടി ഇടാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. മഞ്ഞൾപ്പൊടി ഇട്ടാൽ കുറച്ച് കളർ കിട്ടും, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇടാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇടാണ്ടാ നോക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇതേ പരുവത്തിനാണ് ഉണ്ടാണ്ടത്. നല്ല ദോശ മാവന്നെ ശരിക്കും കണക്കായ വെള്ളം ഒഴിച്ച് 1 കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചത്. മുട്ടേൻ്റെ വെള്ളം കൂടി ആകുമ്പോൾ നല്ല. മൈദപ്പൊടിക്ക് പകരം ഗോതമ്പൊടി ഉപയോഗിച്ചിട്ട് ഇതുണ്ടാക്കാം. ഞാൻ പക്ഷേ മൈദപ്പൊടി എടുത്തതേ ഉള്ളൂ. ഗോതമ്പൊടിനെ കൊണ്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതിനെക്കൊണ്ട് നമുക്ക് ഇതുണ്ടാക്കാം. അപ്പോൾ ദോശേൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ദോശ ചുടാം. പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ദോശ ചുട്ടെടുക്കാം. അത് ഒരു എടുത്ത് മാവ്. അപ്പോൾ നമ്മൾ ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി ആക്കാം. ചമ്മന്തി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായത് ചെറിയ ഉള്ളി. അപ്പോൾ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് പുളി കലക്കിയ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ലോണം ഞണ്ടി പെരക്കി വെക്കണം. കുറച്ച് സമയം നല്ലോണം ഞണ്ടണം. നല്ല കട്ടിയുള്ള പുളിവെള്ളം ഒഴിക്കണം. അങ്ങനെ നല്ല വേറെ വെള്ളം നമ്മൾ ചേർക്കണ്ട. ആ പുളിവെള്ളം മാത്രം മതിയിന്. നല്ലോണം ഞരടി വെക്കുക. നമുക്കതിന് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കറിവേപ്പില കാണിക്കാൻ വേണ്ടി മറന്നു ഇനി. അപ്പോൾ ഇതിന് കറിവേപ്പിലയും വേണം. നമുക്കതിന് വറുത്തിടാൻ വേണ്ടിയിട്ട് വെക്കാം. കുറച്ച് കറിവേപ്പില എടുക്കുക. അപ്പോൾ നമ്മൾ മണ്ണിൻ്റെ ചട്ടിയിലാണ് വറുത്തിടാൻ പോകുന്നത്. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം മൊരിയിച്ചെടുക്കണം. കറിവേപ്പില നല്ലോണം മുറിച്ച് ഇടണം. എന്നാലേ ആ കറിവേപ്പിലേൻ്റെ ടേസ്റ്റ് ആ കറീൻ്റെ ചമ്മന്തിൻ്റെ അകത്ത് നല്ലോണം ആവരും. നല്ലോണം ചെറുങ്ങനെ മുറിച്ചിട്ടാൽ നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം കുറച്ച് നല്ല മുരിയുന്നവരെ കുറച്ച് ഇളക്കി കൊടുക്കുക.
നല്ലോണം ചെറിയൊരു കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നേരെ ചമ്മന്തിൻ്റെ അടുത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം മിക്സാക്കും. നല്ലോണം മിക്സാക്കിയിട്ട് എടുക്കണം. നല്ലോണം ഇളക്കി ചേർക്കണം. എന്നാലേ ആ കറിവേപ്പിലേൻ്റെ ടേസ്റ്റ് നല്ലോണം എല്ലാത്തിലും എത്തുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ കടയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ രാവിലെ തന്നെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ബിന്ദു ഒരു പുതിയ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മുട്ടയും മൈദപ്പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട് എപ്പോഴും പഴയ അരിൻ്റെ ദോശ തന്നെ കഴിച്ച് മടുത്ത്. ഞാൻ എൻ്റെ ബിന്ദുവിനോട് പറഞ്ഞ് ഇന്നലെ എന്തെങ്കിലും ഒരു പുതിയൊരു ദോശ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദോശയും അതിനൊരു കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ചമ്മന്തിയും ദോശ കഴിക്കാം. രണ്ടെണ്ണം മതി. അങ്ങനെ ടേസ്റ്റ് നോക്കട്ടെ. ടേസ്റ്റ് ഇല്ലേ പിന്നെ വെറുതെ വേണ്ടല്ല. ഓ വലിയ ദോശയാണല്ലേ, കാണാൻ നല്ല വൃത്തിയുണ്ടേ. അപ്പോൾ ചമ്മന്തി ആയിട്ട് ചമ്മന്തി കാണാൻ തന്നെ നല്ല ഉണ്ടല്ലോ. ആദ്യം ചമ്മന്തി ടേസ്റ്റ് നോക്കട്ടെ. ചമ്മന്തി അടിപൊളിയാണ്. അല്ല ആ കറിവേപ്പിലേൻ്റെ ഇത് ചൊയ്യും എല്ലാം വരുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ആ പുളിയും അപ്പോൾ അടിപൊളിയാണ്. എന്തെങ്കിലും കുറ്റം പറയാന്ന് വെച്ചതാണ്. നോക്കുമ്പോഴത്തേക്ക് കുറ്റം പറയാനുമില്ല. എന്തെങ്കിലും രാവിലെ തന്നെ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞ് ചൊറയാക്കാന്ന് വെച്ചതാണ്. അപ്പോൾ അതുമില്ല. ഇനി ഏതായാലും ദോശ ടേസ്റ്റ് നോക്കട്ടെ. അതിലെങ്ങനെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ കഴിയുമോ നോക്കട്ടെ. പൊളിയാ, സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിപ്പോൾ സാനിയും സാനുവെല്ലാം തോന്നുമ്പോൾ ഇനിയിപ്പോൾ എപ്പോൾ ഇത് തന്നെ ഉണ്ടാക്കേണ്ടി വരും മിക്കവാറും. കാരണം മറ്റേ ദോശ കഴിച്ച് മടുത്തിട്ടേ ഉള്ളത്. അപ്പോൾ ഇത് എന്തായാലും സാധനം അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനനുസരിച്ചിട്ടുള്ള കറിയായതുകൊണ്ട് കുട്ടികൾ നല്ലോണം കഴിച്ചോളും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. സാധാരണ ഒരു ദോശ ഇത്രയും ഉണ്ടാവില്ല, ഇത് ഇത്രയായിപ്പോ. സാധാരണ ദോശ കൊടുത്താൽ മുഖം തന്നെ എന്തെല്ലോ മാറ്റം ഉണ്ടാവും ദോശ കാണുമ്പോൾ തന്നെ. ഇപ്പം ഇത് എടുത്തിട്ട് രണ്ടെണ്ണം എടുത്തിട്ട് തിന്നുന്നുണ്ട്. നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇന്നത്തെ ദോശേൻ്റെയും ചട്നീൻ്റെയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ്.